2001-ലും 2006-ലും പിന്തുണ തേടി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ RSS നേതാക്കളെ സമീപിച്ചിരുന്നുവെന്ന് ഹിന്ദു ഐക്യവേദി. വോട്ടഭ്യർത്ഥിച്ച് എറണാകുളത്തെ RSS നേതാക്കളെ വി.ഡി. സതീശൻ കണ്ടെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ.വി. ബാബു 24-നോട് പറഞ്ഞു. അന്ന് RSS നേതാക്കളുമായി വി.ഡി. സതീശന് നല്ല ബന്ധമുണ്ടായിരുന്നുവെന്നും ആർ.വി. ബാബു പ്രതികരിച്ചു. വി.ഡി. സതീശൻ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഇനി ഞാൻ കൊടിലുകൊണ്ട് പോലും RSSനെ തൊട്ടിട്ടില്ല എന്നായിരുന്നു. പക്ഷേ RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഗുരുജി ഗോൾവൽക്കറിൻ്റെ ചിത്രത്തിന് മുമ്പിൽ തിരികൊളുത്തിക്കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഫോട്ടോ അടക്കമിട്ട് ഞാനത് പറഞ്ഞ സമയത്ത് അന്ന് വി.ഡി. സതീശൻ പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഞാൻ പങ്കെടുത്തിട്ടില്ല എന്ന് 1000 വട്ടം അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു. ഇന്ന് രാവിലെ വി.ഡി. സതീശൻ ഒരു TV ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞു ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്ന്. അദ്ദേഹം സമ്മതിച്ചു. തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് RSSന്റെ സഹായം തേടി എന്നെ സഹായിക്കണം എന്ന് RSSന്റെ ഒരു പ്രമുഖ നേതാവിനോട് പറഞ്ഞ കാര്യം ഞാൻ അന്നേ പറഞ്ഞതാ. 2001-ലും 2006-ലും ആ കാര്യം പറയുമ്പോൾ വി.ഡി. സതീശൻ എനിക്കെതിരെ വ്യക്തി അധിക്ഷേപമാണ് ഉന്നയിക്കുന്നത്. ഇന്നും ആ വ്യക്തി അധിക്ഷേപം ഉന്നയിച്ചു. ലിഡിയ ജേക്കബ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിവരങ്ങളുമായി ലിഡിയ, കഴിഞ്ഞ 2 ദിവസമായി ചർച്ചയാകുന്നത് ഈ ഡീൽ ആരോപണമാണ്. ആ ഡീൽ ആരോപണത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉള്ള കടുത്ത വിമർശനമുയർന്നത്. അതിന് പിന്നാലെ വി.ഡി. സതീശൻ മുമ്പ് ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ പൂവിട്ട് തൊഴുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മറുപടി. അതിന് പിന്നാലെ ഇടത് നേതാക്കളും ജനസംഘ നേതാക്കളുമായുള്ള ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നലെ വൈകിട്ട് മറുപടി പോസ്റ്റ് വി.ഡി. സതീശൻ്റെതായി വന്നു. പക്ഷേ ഇപ്പോൾ ഹിന്ദു ഐക്യവേദി നേതൃത്വം കൂടി ഈ വി.ഡി. സതീശൻ RSS നേതാക്കളെ കണ്ടിരുന്നു, പിന്തുണ തേടിയിരുന്നു എന്ന് സ്ഥിരീകരിക്കുമ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വി.ഡി. സതീശൻ നിർബന്ധിതനാവുകയാണ്. ഗോകുൽ, ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വി.ഡി. സതീശൻ നിർബന്ധിതനാവുകയാണ് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണമായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഗോൾവാൾക്കർ ജന്മശതാബ്ദി പരിപാടിയിൽ വി.ഡി. സതീശൻ പങ്കെടുക്കുന്ന ഫോട്ടോ പുറത്തുവിട്ടതിന് പിന്നാലെ ഇത്തരത്തിൽ അത് നിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ പലരും രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ 2001-ലും 2006-ലും RSSന്റെ പിന്തുണ തേടിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഹിന്ദു ഐക്യവേദി തന്നെ മുന്നോട്ട് വരികയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2001-ലെ തെരഞ്ഞെടുപ്പിൽ 2006-ലെ തെരഞ്ഞെടുപ്പിൽ RSS നേതാക്കളുമായി വലിയ രീതിയിലുള്ള ബന്ധം ആ ഒരു സമയത്ത് പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പിന്തുണയും കാര്യങ്ങളുമൊക്കെ ആ സമയത്ത് തന്നെ ചോദിച്ചിരുന്നു. അതായത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ പിന്തുണ ചോദിച്ചിരുന്നു, വോട്ട് അഭ്യർത്ഥിച്ചിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലാണ് ഈ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതായത് ആ സമയത്ത്, അതായത് 2001-2006 കാലഘട്ടത്തിലൊക്കെ ഇത്രയധികം വിരോധം RSSുമായി കോൺഗ്രസിനടക്കം വെച്ചു പുലർത്തുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. പല നേതാക്കളുമായും, പ്രത്യേകിച്ച് RSSന്റെ പ്രാദേശിക നേതാക്കളുമായും എറണാകുളത്തെ നേതാക്കളുമായും ഒക്കെ വലിയ ആത്മബന്ധം വി.ഡി. സതീശൻ പുലർത്തിയിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ വോട്ട് അഭ്യർത്ഥിച്ച് പിന്തുണ തേടിയൊക്കെ ഈ RSS നേതാക്കളെ സമീപിച്ചത് എന്നാണ് ആർ.വി. ബാബു പറയുന്നത്. തനിക്ക് പരിചയമുള്ള നേതാക്കളുടെ അടുത്ത് ഇത്തരത്തിൽ വി.ഡി. സതീശൻ ചെന്നിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 2001-ന് മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഈ 2001-ൽ വിജയിക്കാനായി, 2006-ൽ വിജയിക്കാനായി RSS നേതാക്കളെ സമീപിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ആർ.വി. ബാബു പറയുന്നത്. മുൻപും താനിത് വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ഈ ഫോട്ടോ അടക്കം, അതായത് ഈ ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുക്കുന്ന ഫോട്ടോ അടക്കം താൻ പുറത്തുവിടുകയും അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ഒക്കെ ചെയ്തതാണ്. അന്ന് തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷെ ഇന്ന് അത് മുഖ്യമന്ത്രി തന്നെ പുറത്തുവിടുന്നു. അത് നിഷേധിക്കാതിരിക്കാൻ ഒരു കാര്യവുമില്ലാതെ, അതായത് അത് അംഗീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് ആർ.വി. ബാബു പറയുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്. പ്രതികരണങ്ങളും കാര്യങ്ങളും ഒക്കെ ആവശ്യമാണ് എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ അത് പ്രതീക്ഷിക്കുന്നുമുണ്ട്. വി.ഡി. സതീശൻ എന്തായാലും പ്രതികരിച്ചേ മതിയാവൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി ലിഡിയ, ഏതായാലും പലവട്ടം ഇക്കാര്യത്തിൽ തള്ളിപ്പറയുകയും പിന്നീട് വിശദീകരിക്കുകയും ഒക്കെ ചെയ്തതാണ് പ്രതിപക്ഷ നേതാവ്. പക്ഷേ ഇപ്പോൾ ഈ വിവാദം കത്തുമ്പോൾ അതിൽ ഹിന്ദു ഐക്യവേദി കൂടി ആ ആരോപണങ്ങളെ സാങ്ഷൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് മറുപടി പറയും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.